ഇപ്പം ഇത് ജസ്വന്ത് തട എന്ന മോണിമെൻറ്റ് കോംപ്ലക്സിൻ്റെ അകത്താണ്. സോ ദിസ് ഇസ് ജസ്വന്ത് തട. അഡൾട്ടിന് എൻട്രി ടിക്കറ്റ് 50 റുപ്പീസാണ്. ഇത് ജോധ്പൂരിലെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ലുക്സ് ബ്യൂട്ടിഫുൾ, സ്റ്റണ്ണിങ് ആർക്കിടെക്ചർ. ഇതിൽ രാജസ്ഥാൻ ഭരിച്ചിട്ടുള്ള സകല രാജാക്കന്മാരുടെയും ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. റാവു ചുണ്ട, മീശയൊക്കെ ഭയങ്കര ഐക്കോണിക്കാണ്. മഹാരാജ ഭീം സിംഗ്. ഈ കാണുന്നതാണ് മെഹ്റാൻഗഡ് ഫോർട്ട്, ജോധ്പൂരിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ഫോർട്ട്. വലിയൊരു ഫോർട്ടാണ്. ഇതിപ്പം ഞങ്ങൾ ജസ്വന്ത് തട എന്ന മോണിമെൻറ്റിൻ്റെ അടുത്താണ്, ആ പ്രമിസിൽ നിൽക്കുക. ദിസ് ഇസ് എ വ്യൂ ഫ്രോം ജസ്വന്ത് തട. ഇനി ഈ ഫോർട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ദിസ് ഇസ് ഹൗ ദ ബ്ലൂ സിറ്റി ലുക്സ്. ഓൺ അവർ വേ ടു മെഹ്റാൻഗഡ് ഫോർട്ട്. ഇപ്പം പാർക്കിംഗ് പ്രമിസിലാണ്. പാർക്കിംഗ് ഫീ ഉണ്ട് 50 രൂപ കാർ പാർക്കിംഗ്. പിന്നെ അത്യാവശ്യം നല്ലോണം കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ദാറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. നല്ല ചൂടുണ്ട്. ഇന്ന് ഡിസംബർ മാസം 16-ാം തീയതി. പ്രസന്റ് ലൊക്കേഷൻ മെഹ്റാൻഗഡ് ഫോർട്ട്, ജോധ്പൂർ, രാജസ്ഥാൻ. So finally, this is it. Mehrangad Fort, Jodhpur, Rajasthan. Looks stunning. तेरा भाई शॉपिंग पिजन है, पिजन के ऊपर देखेंगे आप, वो राइट सब पे मार्क है. इसको कुछ ज़्यादा डैमेज नहीं हुआ, हार्ड होता है. अगर उसके ऊपर थोड़ा सा भी अगर चोट एकदम ब्रेक होता है. इस जोधपुर को ब्लू सिटी कहते हैं. ब्लू सिटी, इसको ब्लू सिटी इसलिए कहते हैं क्योंकि जो घर है वो ब्लू कलर के अंदर पेंट है. और वो पेंट इसलिए करते हैं ब्लू कलर के अंदर क्योंकि यहाँ पे जो घर बनाने के लिए सैंडविच को काम किया है कि यहाँ पे पूरा रॉक होता है. अभी जैसे आप जैसलमेर जाएंगे, जैसलमेर में डेजर्ट का पार्ट है. ഇത് കംപ്ലീറ്റ് പാറയാണ്. ഈ പാറയുടെ മുകളിലാണ് ഈ ഫോർട്ട് പണിഞ്ഞിരിക്കുന്നത്. ജോധ്പൂരിൽ കൂടുതലും പാറയാണ്, റോക്കിയാണ്. ओके 1459 में ये कंस्ट्रक्शन स्टार्ट हुआ है और इसका जो लास्ट कंस्ट्रक्शन है वो 18th सेंचुरी के अंदर. हर किंग ने अपने कंफर्ट के हिसाब से कोई ना कोई पैलेस ऐड किया है. बट मेजर काम राव जोधा के टाइम जो उनका निवास हो गया था, रेजिडेंस और वॉल है वो लास्ट 16th सेंचुरी से कंप्लीट हो गया था. उसके बाद कोई ना कोई पैलेस ऐड हुआ. फारसा मीन्स होता है एंटी किला बना था. जब इसका फर्स्ट फाउंडेशन स्टोन यहाँ पे रखा गया था उस समय राजा ने घोषणा कराई थी कि मेहरानगढ़ फोर्ट बन रहा है. हाँ ले जाती थी तो जो भी मेन एंट्री गेट होता था वहाँ पे अपने हैंड प्रिंट्स को लगा के और फिर फिनिशिंग काम करते थे.
फोटो काढायचे 18 and 19th centuries के हैं। ओके उधर वुड का है और वुड के ऊपर सिल्वर वर्क किया हुआ है। हर एलिफेंट बोला के अंदर 2 सीट्स हैं, एक बड़ी और एक छोटी। बड़ी वाली 18th सेंचुरीज के अंदर, तो इस टाइप के गिफ्ट एक्सचेंज होते थे। ट्रांसपेरेंट कर्टन्स ताकि क्वींस बाहर देख सके। ऊपर का वर्क देखेंगे वेलवेट है, और वेलवेट के ऊपर सिल्क का वर्क है, पूरा हैंड वर्क है। ഇതാണ് പല്ലക്ക്. ഈ സ്റ്റൂളിന് പറയുന്ന പേരാണ് ബാജോട്ട്. और वहाँ पे मुगल का गवर्नर था सर मुगल का, देखिए अराउंड 20 किलोग्राम गोल्ड मुझे इसको पेंट करना है। एंड सिंगल आर्टिस्ट ने इसको पेंट किया 10 साल तक, उसके बाद उसके कलर ग्लास सारे बेल्जियम सीलिंग पूरा वुड है, और वुड के ऊपर गोल्ड का पेंट है। ഫുൾ ക്ലബ് ഉണ്ട്, ഡിസ്കോ അണ്ടർ ഡിസ്കോ ബോൾസ് ഒക്കെ ഉണ്ട്. ഓക്കെ ഡിസ്കോ ഡിസ്കോ റൂം പോലെ. और ये 400 years old 1595 1595 का है. 95 का। और रानिया भी पार्टिसिपेट कर सके पॉलिटिक्स में, इसलिए इसको डुप्लेक्स में बनाया। सामने जो विंडो नज़र आ रही है, सिविल सेलिब्रेट किया जाता है। सामने प्लेटफॉर्म है नहीं यार, ये सैंडस्टोन है, ऊपर देखो। और नीचे जो मैंने आपको छोटे को पेंट बताया था, ये पूरा पेंट किया हुआ लाइमस्टोन। इसको क्या बोलते हैं? होली चौक। होली चौक. ജോധ്പൂർ സിറ്റിയിലാണ്. പണ്ടത്തെ ചിന്നക്കടയിലൂടെയൊക്കെ കടന്നു പോകുന്ന അതേ ഒരു ഓർമ്മയൊക്കെ വരുന്നു. ഏതാണ്ട് നമ്മുടെ പഴയ ചിന്നക്കട, ഇപ്പോഴത്തെ അല്ല, കൊല്ലത്തെ. ഇപ്പം ഇവിടെ ജനത സ്വീറ്റ് ഹോം ഇവിടെ വരുവാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്നാക്സ് ട്രൈ ചെയ്യാനായിട്ട്. ജെന്നിപ്പൂരി ഉണ്ടോ? സംഭവങ്ങളാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിൽ പൊട്ടേറ്റോയുടെ സ്റ്റഫിങ്ങാണ്. മുളകാണിത്, നമ്മുടെ ബജ്ജി. പ്യാജ് കച്ചോടി. ഇതും സംഭവം നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾ സമോസയുടെ ഒക്കെ അതേ ടേസ്റ്റാണ്. കൊള്ളാം, നല്ല സെറ്റപ്പ് ആയിട്ടാണ്. മസ്റ്റ് ട്രൈ. ഇത് ഇവിടുത്തെ ലസ്സി. മാംഗോ ക്രീം ആണ്. ആ സമയം 3:30. ഇപ്പോൾ ഉമൈദ് ഭവൻ പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബേസിക്കലി ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. പിന്നെ അവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്.
അങ്ങനെ ഉമേദ് ഭവൻ പാലസ് എത്തിയിരിക്കുകയാണ്. ഇവിടെയും എൻട്രി ടിക്കറ്റ് ഉണ്ട്. അഡൽട്ടിന് 100 രൂപ, 5 മുതൽ 11 വയസ്സുള്ള കുട്ടികൾക്ക് പകുതി 50 റുപ്പീസ്. സോ വൺ മോർ അട്രാക്ഷൻ ഇൻ ജോധ്പൂർ, ഉമേദ് ഭവൻ പാലസ്. ഇതാണ് മഹാരാജ ഗജ് സിംഗ് സെക്കൻഡ് ഓഫ് ജോധ്പൂർ. ഈ രാജാവ് ഇവിടെ തന്നെ താമസം. ഹീ സ്റ്റിൽ ലൈവ്. ഇതെല്ലാം രാജാവിൻ്റെ ലീലാവിലാസങ്ങളാണ്. പുള്ളി ഹണ്ട് ചെയ്ത് പിടിച്ച. ഇതാണ് പോളോ. Rolls Royce Phantom 1. लाल मास. ഇതാണ് രാജസ്ഥാനി സ്പെഷ്യൽ ലാൽ മാസ്. നമ്മുടെ മട്ടൻ കറിയാണ്, രാജസ്ഥാനി സ്റ്റൈൽ. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേ. ഇതിന് ഒരു ദിവസം 2500 കൊടുത്തു. ഇത് ഭയങ്കര അടിപൊളിയാണ്, ലൊക്കേഷൻ സൂപ്പർ, ഇവിടുത്തെ സ്റ്റേ എല്ലാം അടിപൊളിയായിരുന്നു. ഇത് സ്റ്റേ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ആലു സബ്ജി, പിന്നെ ചായ. മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ലൊക്കേഷനും ഈ ഒരു പ്രോപ്പർട്ടി ഭയങ്കര രസമാണ് കാണാൻ. നല്ലൊരു ഹോംലി ഫീൽ. കിടിലം വലിയ ടി വി ഒക്കെ ഉണ്ട്. മിനിമലിസ്റ്റിക്കാണ്, പക്ഷേ ഭയങ്കര രസമുണ്ട്. ഓവറോൾ വി ഹാഡ് എ റിയലി നൈസ് സ്റ്റേ ഹിയർ. I highly recommend this place. If you are in Jodhpur, definitely you should consider this homestay. ബാത്റൂമൊക്കെ അടിപൊളിയാണ്. This is how it is. അപ്പോൾ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഹോംലി ഫുഡ്, പൂരി മസാല, ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്, ശാന്തി നിവാസ്. ഇപ്പം മണി 9:30 അങ്ങനെ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്ന വഴിയാണ്, ബാക്ക് ടു ഡൽഹി. അങ്ങനെ വണ്ടി ടൈം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്കുകയാണ്. 6 PM ഡൗൺ ആകുമ്പോഴത്തേക്ക് പയ്യെ ഇവിടുന്ന് മൂവ് ചെയ്യും. ഇതുവരെ എല്ലാം വളരെ നല്ലതായിരുന്നു. റിയലി നൈസ് എക്സ്പീരിയൻസ്, ഗുഡ് എക്സ്പീരിയൻസ് ഇൻ ജോധ്പൂർ. ഗുഡ് മോർണിംഗ്. അങ്ങനെ ജോധ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ് ബാക്ക് ടു ഡൽഹി. ഇപ്പോൾ സമയം 9:45. ഇവിടുന്ന് ഏകദേശം 590 കിലോമീറ്റർ കവർ ചെയ്യണം. ഏകദേശം 11 മണിക്കൂർ യാത്രയുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വി ആർ ട്രൈങ് ടു റീച്ച് ഡൽഹി ബൈ അറൗണ്ട് 9 PM. ജോധ്പൂർ രാജസ്ഥാനിലെ ഒരു മേജർ സിറ്റിയാണ്, മാർവാഡ് ഏരിയയിൽ. അങ്ങനെ ഈ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് എ റിയലി നൈസ് എക്സ്പീരിയൻസ്. Now finally going back to Delhi. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര തണുപ്പൊന്നുമില്ല. പൊതുവെ ഇച്ചിരി ഈ താർ മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ചൂട് ഉണ്ട് അത്യാവശ്യം. പക്ഷേ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം വിൻ്ററാണ്. ഡൽഹിയിലെ പോലെ ഭയങ്കര തണുപ്പൊന്നുമില്ല,
എന്നാലും നല്ല പ്ലസന്റ് കാലാവസ്ഥയാണ്. ഇപ്പോൾ ജോധ്പൂർ നഗരം സജീവമാകുന്നേ ഉള്ളൂ. ട്രാഫിക് അങ്ങനെ ആയിട്ടില്ല. പക്ഷേ നല്ല പീക്ക് ഹവേഴ്സിൽ ഇവിടെ നല്ല ട്രാഫിക്കാണ്. ഈ സിറ്റി നല്ല കൺജസ്റ്റഡ് ആണ്. ഇപ്പോൾ ഈ കാണുന്നതിനൊക്കെയല്ല, പ്രത്യേകിച്ച് ഓൾഡ് സിറ്റി ഏരിയയിലോട്ട്, ആ ഫോർട്ടിൻ്റെ ഏരിയയിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല ട്രാഫിക്കാണ്, നല്ല കൺജഷനുമാണ്. ഈ പ്രൈവറ്റ് വെഹിക്കിളും കൊണ്ട് കാറും കൊണ്ടൊന്നും പോകുന്നതൊക്കെ ഭയങ്കര പാടുള്ള കാര്യമാണ്. അങ്ങോട്ട് കൂടുതലും ഓട്ടോക്കാരാണ് അവിടെ. അതർവൈസ് സിറ്റി ഈസ് റിയലി നൈസ്. ഇവിടെ എയിംസ് ഉണ്ട്, ജോധ്പൂർ എയിംസ്. എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു സിറ്റിയാണ്. ആൻഡ് ഇറ്റ്സ് എ ഡെവലപ്പിംഗ് സിറ്റി. മാർവാടി കമ്മ്യൂണിറ്റിയുടെ മെയിൻ ഒരു കേന്ദ്രമാണ് ഈ ജോധ്പൂർ എന്ന് പറയുന്നത്. പാലി, ജോധ്പൂർ ഇതെല്ലാം രാജസ്ഥാനിലെ മാർവാർ കമ്മ്യൂണിറ്റിയുടെ മെയിൻ സ്ഥലമാണ്. മാർവാടികൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മാർവാടികൾ. ഇന്ത്യയിലെ ഒരു പ്രധാന നഗരം കൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. റിയലി ഗുഡ് എക്സ്പീരിയൻസ്. ഏതൊരു ഇന്ത്യൻ നഗരം പോലെ തന്നെ ഈ ഒരു നഗരവും ജോധ്പൂർ. രാജസ്ഥാനിലെ ഒരുമാതിരിപ്പെട്ട സിറ്റിയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതായിരുന്നു ബാക്കിയുള്ളത്. ഇതിനെ ബ്ലൂ സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇതിന് ഇപ്പോൾ ആവറേജ് 13.6 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. ഇത് ഇപ്പോഴത്തെ ഈ എത്തനോൾ ബ്ലെൻഡിങ് കൂടിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. സാധാരണ ഞാൻ ഇങ്ങനൊരു റിലാക്സ് ആയിട്ടുള്ള ഡ്രൈവിൽ എനിക്ക് എങ്ങനെ പോയാലും 18, 19, 23 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിയ സമയമുണ്ട്. പക്ഷേ ഇപ്പം റിയലി ഡിസപ്പോയിൻറ്റിങ്. ആൻഡ് വി ഡോണ്ട് ഹാവ് അതർ ഓപ്ഷൻ. അതാണ് വേറെ പ്രശ്നം. ഈ ഗവൺമെൻറ് മഹാ തെണ്ടിത്തരം കാണിച്ചു സത്യം പറഞ്ഞു. ഇവിടൊക്കെ ഇപ്പോഴും ടാറ്റയുടെ ഒറിജിനൽ ഫ്രണ്ട് ഗ്രില്ലുള്ള ബസ്സുകൾ കാണാം. ഇത് കാണുന്ന ഇപ്പോൾ ഒരു കൗതുകമാണ്, അന്യം നിന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച. സമയം 11 മണിയായി. നാഗോർ ഇതുവരെ ആയിട്ടില്ല, അടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ട്, നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ടാറ്റയുടെ OG ഗ്രില്ലുള്ള ബസ് വരുന്നു. ഇത് ബേസിക്കലി 2-way ലൈനാണ്. ഇത് കാണുമ്പോൾ എനിക്ക് പഴയ നാഷണൽ ഹൈവേ 47 കാലഘട്ടം ഓർമ്മ വരുന്നു. നമ്മുടെ NH-66 പണി നടക്കുകയാണ്. അതിന് മുമ്പുള്ള ആ ഒരു റോഡ്. ട്രാഫിക് കുറവാണ്, അതുകൊണ്ട് കാര്യമായ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഇതിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് യാതൊരു കൺട്രോളും ഇല്ല. അവർ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ടൈഗൺ ഇങ്ങനെ നൈസായിട്ട് ഒരു 80 കിലോമീറ്ററിൽ ക്രൂസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ലോങ് ഡ്രൈവിന് പറ്റിയ വണ്ടി ഇത്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, സുരക്ഷിതത്വം ഫീൽ ചെയ്യും. യു വിൽ റിയലി ഫീൽ സേഫ് ഇൻസൈഡ് ദിസ്. ഇതിൻ്റെ ക്യാബിനൊക്കെ നല്ല സ്ട്രോങ് ആണ്. സേഫ്റ്റി റേറ്റിങ്ങിൽ 5 സ്റ്റാർ കിട്ടിയ വെഹിക്കിളാണ്. അപ്പോൾ ഞാൻ വെൻ ഐ തോട്ട് അബൌട്ട് പർച്ചേസിങ് എ ന്യൂ കാർ, ഞാൻ ഈ സേഫ്റ്റി ആസ്പെക്റ്റാണ് പ്രയോറിറ്റി കൊടുത്തത്. ആൻഡ് Volkswagen was ticking all my requirements. ये भी कर लो. कौन सा गाँव आपका है? कौन सा गाँव? गाँव? तुम तो दिल्ली से आ रहे हो यार. अच्छा, हाँ. പോകുന്ന വഴിക്ക് 1/2 കിലോ മുളക് മേടിച്ചു. രാജസ്ഥാനിൽ മുളക് ഭയങ്കര ഫേമസ് ആണ്. ഒരു വഴിക്ക് പോയപ്പോൾ കണ്ട ഒരു കാഴ്ച ട്രൈ ചെയ്യാമെന്ന് കരുതി. മണി ഇപ്പോൾ 12 കാലമായി. അങ്ങനെ ജോധ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല ദൂരം കവർ ചെയ്യാനുള്ള സ്ഥലമാണ് നർനോൽ. ഇപ്പോൾ നർനോലായി. നർനോൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത്യാവശ്യം ഏകദേശം 456 കിലോമീറ്റർ ഇനിയും കവർ ചെയ്യാണ്ട്. 8.25 മണിക്കൂർ യാത്ര ഇനിയും. ഏകദേശം രാത്രി 9 മണിയൊക്കെ ആവും അങ്ങ് ഡൽഹി എത്താൻ. ബിക്കാനറൊക്കെ ഈ ഒരു റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ബിക്കാനർ പോവും. നമുക്ക് പോകേണ്ടത് ബിക്കാനറിലേക്ക് അല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് റൈറ്റ് പിടിക്കുകയാണ്. ബിക്കാനേർ, ജസൽമേറൊക്കെ അങ്ങ് നേരെ. സമയം ഇപ്പോൾ 1 മണിയാവുകയാണ്.
അങ്ങനെ നർണോലിയിൽ നിന്ന് ഇനി ഒരു നല്ല ദൂരം കവർ ചെയ്യാനുള്ളത് സലാസാർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇത് 2-way ലൈനാണ്. അപ്പം ലോജിസ്റ്റിക് റൂട്ടും കൂടെ. അപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. പക്ഷെ ടൈം നല്ല സ്മൂത്തായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ റോഡ് എടുത്തു പറയേണ്ട കാര്യമാണ്. 2-way ലൈനാണെങ്കിലും നല്ല സ്മൂത്താണ്. ഈ ഒരു റൂട്ടിൽ യാതൊരുവിധ പ്രശ്നമില്ല. നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് ഒരുപാട് ദൂരം കവർ ചെയ്യാൻ പറ്റും. അതിനുള്ള മെയിൻ റീസൺ റോഡിൻ്റെ കണ്ടീഷനാണ്. റോഡ് കണ്ടീഷൻസ് ആർ റിയലി ഗുഡ്. ഈ ഒരു രാജസ്ഥാനിലെ ഈ ഒരു ജസൽമേർ, ബിക്കാനേർ, ഈ ജോധ്പൂർ ഇങ്ങോട്ടുള്ള ഈ ഒരു റൂട്ടിലെ റോഡുകളെല്ലാം നല്ല രസമുള്ള റോഡാണ്. രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചകളല്ല, റോഡ് കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ദൂരം സുഖമായിട്ട് ഇങ്ങനെ റോഡ് ട്രിപ്പിൽ കവർ ചെയ്യാൻ പറ്റും. തരിശ് ഭൂമിയാണ്, ഒരു ഡെസേർട്ട് കാഴ്ചകളാണ്, മരുഭൂമിയിലെ കാഴ്ചകൾ പോലത്തെ ഇതാണ്. മരങ്ങളായാലും ഫ്ലോറ ആൻഡ് ഫോണ എവറിത്തിങ് ഇസ് ഡെസേർട്ട്. ഒത്ത അടുക്കൂടെ ഇങ്ങനെ ഒരു റോഡ് പോകുന്നു. ഇനി ഒരുപാട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. 410 കിലോമീറ്റർ ഏകദേശം ഇനിയും ഓടിയെടുക്കാനുണ്ട്. സലാസാർ, ഫത്തേപൂർ ഇങ്ങനെയാണ് ഈ റൂട്ട് പോകുന്നത്. ഇത് ഒരുപാട് വഴികളുണ്ട്, പക്ഷെ ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ്. ഇതിന് കാര്യം 2-way ലൈനാണെങ്കിലും ദൂരം കുറവാണിത്. അതുകൊണ്ടാണ് ഈ ഒരു റൂട്ട് ചൂസ് ചെയ്തത്. ഇങ്ങനെ മഞ്ഞ എല്ലാം ഉണങ്ങി ഇങ്ങനെ ഡ്രൈ ആയിട്ട് മഞ്ഞ നിറത്തി നടക്കുക. മഞ്ഞയും പച്ചയും ഇടകലർന്ന ഒരു കോൺട്രാസ്റ്റാണ്. കാര്യം ഈ റൂട്ട് ഭയങ്കര ബോറിംഗ് ആണ്. ഇത് ഈ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെയുള്ള പച്ചപ്പൊന്നുമില്ല. സലാസാർ ഇനി ഇവിടുന്ന് 83 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. ഈ റോഡിലെ ഏറ്റവും ഡേഞ്ചർ ടീംസ് ഇവന്മാരാ, പശുക്കൾ കുറേ ഉണ്ട്. ഈ റോഡ് മുഴുവൻ ഇതാ. ഇവന്മാർ എപ്പോൾ വേണമെങ്കിലും റോഡിൽ ഇറങ്ങി നിൽക്കുകയും ചെയ്യും. ജോധ്പൂരിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ കടുക് പാടങ്ങൾ കാണാൻ നല്ല രസമുണ്ട്. കടുക് ഇങ്ങനെ പൂത്ത് നിൽക്കുക. അപ്പോൾ അത് കണ്ടിങ്ങനെ നിർത്തിയതാണ്. ഭയങ്കര മനോഹരമായ കാഴ്ചയത്. ഇപ്പം സലാസാർ എന്ന സ്ഥലം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഹൈവേ. ചെറുതായിട്ടൊന്ന് നടുന്ന് വർക്കാനായിട്ട് പൊങ്ങിയതാണ്. റോഡ് കാലിയാണ്, അങ്ങനെ തിരക്കൊന്നുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ ഇതാണ് ജോധ്പൂരിലെ പ്യാച്ച് കച്ചോടി. ഇതിൻ്റെ അകത്ത് ഉള്ളിയുടെയും ഉരുളൻകിഴങ്ങിൻ്റെ ഒക്കെ സ്റ്റഫിങ്ങാണ്. ഭയങ്കര ടേസ്റ്റി സാധനം ഇത്. സോ ദിസ് ഈസ് മിർച്ചി വട. ഇത് ജോധ്പൂരിലെ ഒരു ഫേമസ് ഐറ്റമാണ് മിർച്ചി പക്കോട. ഇത് നമ്മുടെ മുളക് ബജിയാണ്. ഇതിൻ്റെ അകത്ത് ഉരുളൻകിഴങ്ങിൻ്റെ സ്റ്റഫിങ് ഒക്കെ ഉണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. സമയം 2:15. ഇപ്പം അങ്ങനെ സലാസാറൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള ഒരു നല്ലൊരു ദൂരം കവർ ചെയ്യാനുള്ളത് ഫത്തേപൂർ. ഫത്തേപൂർ കഴിഞ്ഞിട്ട് പിന്നെ ചുരു. അങ്ങനെയാണ് ഈ റൂട്ട് പോകുന്നത്. ഇനി ഏകദേശം 6 മണിക്കൂർ യാത്രയുണ്ട്. 329 കിലോമീറ്റർ കവർ ചെയ്യണം. റോഡ് എല്ലാം വളരെ നല്ലതാണ്. ഇപ്പം 4 വരി പാതയായിട്ടുണ്ട്. റോഡ് കണ്ടീഷൻസ് ആർ റിയലി നൈസ്. വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഓടിച്ചു പോവാം. സമയം ഇപ്പോൾ 2:40. അങ്ങനെ ഫത്തേപൂർ കടന്നു. ഇനി കവർ ചെയ്യാനുള്ള ഒരു വലിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ചുരു. സ്ഥലത്തിൻ്റെ പേരാണ് ചുരു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 290 കിലോമീറ്റേഴ്സ്. 5 മണിക്കൂറും 40 മിനിറ്റ് യാത്രയുണ്ട്. അതാണ് ഗൂഗിൾ മാപ്സ് കാണിക്കുന്നത്. നല്ല വെയിലുണ്ട്, എന്നാൽ തണുപ്പുണ്ട്. സമയം ഇപ്പം 3:20. ഇപ്പം അങ്ങനെ ഹഡിയാൽ എന്നൊരു സ്ഥലം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അങ്ങ് ഹിസാർ വരെയുണ്ട്, വിച്ച് ഈസ് ഇൻ ഹരിയാന. ഈ റോഡ് അടിപൊളിയാണ്, നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു പോകാം. ഇനി ഒരു 5 മണിക്കൂർ യാത്രയുണ്ട്. 236 കിലോമീറ്റർ കവർ ചെയ്യണം.
സമയം ഇപ്പം 3:45. അങ്ങനെ രാജ്ഗഡ് അടുപ്പിച്ചിരിക്കുകയാണ്. ഇനിയൊരു നല്ല ദൂരം കവർ ചെയ്യാനുള്ളത് ടുവേർഡ്സ് ഹിസാർ, 78 കിലോമീറ്റർ. ഡൽഹി വരെ എത്താൻ ഇനി 4.5 മണിക്കൂർ യാത്രയും 208 കിലോമീറ്ററും കവർ ചെയ്യാനുണ്ട്. വളരെ സ്മൂത്ത് റോഡാണ്, കാര്യമായിട്ടൊന്നും ചെയ്യല്ല, വെച്ച് പിടിച്ചിങ്ങനെ പോവാം. റൂട്ട് പിന്നെയും ഡീവിയേറ്റായി. ഇനി കവർ ചെയ്യാനുള്ള മെയിൻ ജുൻജുൻ എന്ന സ്ഥലമാണ്. പിലാനി ഇതെല്ലാം ഈ റൂട്ടിലാണ്. ബിറ്റ്സ് പിലാനി, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. സമയം ഇപ്പം 4 മണിയായി. ഇപ്പം രാജ്ഗഡ് വന്നിട്ട് വീണ്ടും റൂട്ട് മാറി. ഇപ്പം ബഹൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകണം, ഏതാണ്ട് 22 കിലോമീറ്റർ. ഇത് എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് ഹൈവേ ആവണം, പരിചയമുള്ള റൂട്ടല്ല. എനിവേ വി ആർ സോ ക്ലോസ് ടു ഹരിയാന. ഇത് രാജസ്ഥാൻ ഹരിയാന ബോർഡറിൽ അവിടെയാണ്. റോഡ് ഇടയ്ക്ക് മോശമാണ്, ഇപ്പം എന്താ റോഡ് കുഴപ്പമില്ല. ഇനിയൊരു 4 മണിക്കൂർ യാത്രയുണ്ട്. ആൻഡ് വി നീഡ് ടു കവർ 195 കിലോമീറ്റേഴ്സ്. സമയം 4:15. അങ്ങനെ രാജസ്ഥാൻ കടന്നു, രാജസ്ഥാൻ വിട്ടു, രാജസ്ഥാൻ ബോർഡർ എല്ലാം കടന്നു. ഇപ്പോൾ നമ്മൾ ഹരിയാനയിലേക്ക് കടന്നിരിക്കുകയാണ്, ഭിവാനി ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഇതുവരെ ഓടിച്ചു വന്നത് രാജസ്ഥാനായിരുന്നു, രാജസ്ഥാൻ തീർന്നു. നൗ പാസിങ് ത്രൂ ഹരിയാന. സമയം 4:20. അങ്ങനെ ഓടിച്ച് ബഹൽ എന്ന സ്ഥലമായി. ഇത് ഹരിയാനയിലാണ്, നൗ വി ആർ ഇൻ ഹരിയാന. ഒരു ബൊളീറോ വരുന്ന വരവ്. ഹരിയാനയിലെ സ്റ്റേറ്റ് ഹൈവേസ് ആണിത്. നല്ല മനോഹരമായ റോഡ്, മരങ്ങളിങ്ങനെ 2 സൈഡിലും വളഞ്ഞ് നിൽപ്പുണ്ട്. ദൂരെ നോക്കുമ്പോൾ ഒരുമാതിരി ടണൽ കണക്ക്. ഇനി ഒരു 168 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട് ഡൽഹി എത്താനായിട്ട്. രാജസ്ഥാനെല്ലാം വിട്ടു, ഇപ്പം ഹരിയാനയിലാണ്. ചുറ്റിനും കടുക് പാടങ്ങളാണ്, എല്ലാം പൂത്തിങ്ങനെ മഞ്ഞ് വിരിഞ്ഞ് കിടക്കുക. സമയം 5:15. ഇപ്പം ഹരിയാനയിൽ ലോഹാനി എന്ന സ്ഥലമായി. ഇനി കൃത്യം 3 മണിക്കൂർ യാത്രയുണ്ട്, 133 കിലോമീറ്റർ ഇനിയും കവർ ചെയ്യാനുണ്ട് ഡൽഹി വരെ. കണ്ടിന്യൂസ് ഓടിച്ചു പോവുകയാണ്. രാവിലെ ജോധ്പൂർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് ബ്രേക്ക് നിർത്തിയിട്ടൊന്നുമില്ല, ടൈം കണ്ടിന്യൂസ് ഓടി പോവുകയാണ്. ഇതുവരെ 1199 കിലോമീറ്റർ കവർ ചെയ്ത്. സ്റ്റാർട്ടഡ് ഫ്രം ഡൽഹിയിൽ നിന്ന് പിന്നെ ഓഷ്യൻ, പിന്നെ ജോധ്പൂർ, ഇപ്പോൾ തിരിച്ച് ഗോയിങ് ബാക്ക് ടു ഡൽഹി. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ് ഹരിയാനയിൽ. റോഡ് കണ്ടീഷനൊക്കെ നല്ലതാണ്, സുഖമായിട്ട് ഓടിച്ചു പോകാം. പക്ഷെ 2 വേ ലൈനാണ്, ഇടയ്ക്ക് ഇത് കണക്ക് ഇങ്ങനെ വണ്ടികൾ കയറി വരും. ഇപ്പോൾ 5:30. ഇനിയൊരു 121 കിലോമീറ്ററോടെ. ഇനിയൊരു മെയിൻ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളത് റോത്തക്കാണ്, അറൗണ്ട് 50 കിലോമീറ്റേഴ്സ് ഫ്രം ദിസ് സൈഡ്. ഇപ്പോൾ റോത്തക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റിനും കൃഷിയിടങ്ങളാണ്, ഹരിയാനയിലാണ്. റോഡെല്ലാം ഇതുവരെ വളരെ മികച്ചതാണ്. സോ ഇഫ് എനി വൺ പ്ലാനിങ് ടു പാസ് ത്രൂ ദിസ് റൂട്ട്, ഡെഫിനറ്റ്ലി യു ക്യാൻ കൺസിഡർ. നല്ല റോഡ്സാണ് ആൻഡ് ഇറ്റ്സ് റിയലി ദ ഫാസ്റ്റസ്റ്റ്. സമയം 5:30 ആവുന്നേ ഉള്ളൂ. സൺസെറ്റ് നേരത്തെയാണ്, അങ്ങനെ നല്ല അടിപൊളി സൺസെറ്റ്. ചുറ്റിനും കടുക് പാടങ്ങളാണ്. സമയം 6:45. നല്ലണക്ക് ഇരുട്ടി. ഇപ്പോൾ റോത്തക്കെല്ലാം കടന്നു. ഇനി ഒരു 55 കിലോമീറ്ററോടെ ഡൽഹിക്ക്. 6:45 ആയതേ ഉള്ളൂ. വിൻ്റർ സമയമായിട്ട് നല്ലണക്കം ഇരുട്ടി. റോഡിൽ നല്ല ട്രാഫിക്കും ഉണ്ട്. മണി ഇപ്പോൾ 8:20. ഇപ്പോൾ അങ്ങനെ ദ്വാരക എക്സ്പ്രസ് വേയിലൂടെ കടന്ന് അങ്ങനെ ഡൽഹിയിൽ എൻട്രി ചെയ്തു. ഡൽഹിയിൽ എൻട്രി ചെയ്ത് അറിയാമുണ്ട്, ഭയങ്കര എക്സ്ട്രീം ലെവൽ ഓഫ് പൊല്യൂഷനാണ്.
ഈ വന്ന റൂട്ടിലൊന്നും ഇത്രയും പൊല്യൂഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഡൽഹിയിൽ ഭയങ്കരമായിട്ട് അറിയാണ്ടത്. സമയം 9:45. അങ്ങനെ ജോധ്പൂർ പോയിട്ട് ഡൽഹിയിൽ സേഫായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഇസ് 1338. അങ്ങനെ സേഫായിട്ട് വീടെത്തി, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.